ആഫ്രിക്കൻ വൻകരയിലേക്ക് ആദ്യമായെത്തിയ ലോകകപ്പിലെ മികച്ച ടീമിന് ഒടുവിൽ കാവ്യനീതി എന്നോണം ഫിഫ സ്വർണ്ണക്കപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ 8ാമത്തെ ചാമ്പ്യനായി സ്പെയിനിൻ്റെ ഉദയം. ചരിത്രത്തിലേക്ക് സുവർണ ശോഭയോടെ പേരെഴുതി ചേർക്കാൻ കാളപ്പോരിൻ്റെ നാട്ടുകാർക്ക് 116 മിനിറ്റുകൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും യോഹനാൻ ക്രൈഫിൻ്റെ പിന്മുറക്കാരായ ഡച്ച് സംഘത്തിന് 3ാം ഫൈനലിലും കണ്ണീരോടെ മടങ്ങാനായിരുന്നു വിധി. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റേഡിയങ്ങളിലെ ഊസലയുടെ മുഴക്കത്തിനും കൊളംബിയക്കാരി ഷക്കീറയുടെ വക്ക വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന അതിമനോഹരമായ ഗാനത്തിനും സ്പെയിനിലെ വീഥികളിൽ വിവാ എസ്പാനെ എന്ന് മൊഴിമാറ്റം നടന്ന ദിവസമായിരുന്നു 2010 ജൂലൈ 11. സെമിയിൽ പോലും എത്താതെ മടങ്ങിക്കൊണ്ടിരുന്ന സ്പാനിഷുകാർ ഒടുവിൽ കപ്പുമായി മടങ്ങിപ്പോയതിൽ അതിഭാവുകത്വങ്ങളില്ല. ജോനാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ വിജയഗോളിലേക്ക് നിറയൊഴിച്ച ആന്ദ്രെ ഇനിയസ്റ്റയും ആര്യൻ റോബൻ എന്ന ഡച്ച് കുതിരയെ പിടിച്ചുകെട്ടിയ ഗോളി ഇക്കർ കസിയാസും ആ ഒറ്റ രാത്രി കൊണ്ട് സ്പാനിഷ് ജനതയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠരായി. 2008 യൂറോപ്യൻ കപ്പ് കൈയിലേന്തിയ ടീമിനെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾ ഏൽപ്പിച്ച കടമ അവർ നിർവഹിച്ചു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന ഒറ്റവാക്കിൽ ഒരു രാജ്യത്തിൻ്റെ സന്തോഷം മുഴുവൻ പ്രകടിപ്പിച്ച് എൽ പേസ് എന്ന ദിനപത്രം സ്പെയിൻ നേടിയ വിജയം അവരുടെ ആരാധകരെ മാത്രമല്ല, സർഗാത്മകമായ ഫുട്ബോൾ കളിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആഹ്ലാദചിത്തരാക്കി. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനോട് തോറ്റുകൊണ്ടായിരുന്നു സ്പെയിനിൻ്റെ തുടക്കം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ടിക്കി ടാക്ക എന്ന മോഹന കേളി ശൈലിയിലെ വിസ്തൃതമായ പാസുകളുടെ മാല കോർത്ത് അവർ എതിരാളികളെ ബന്ധിച്ചു. ഈ ചങ്ങലക്കണ്ണി പൊളിക്കാൻ ഗൃഹപാഠം ചെയ്തു വന്നവരായിരുന്നു ഡച്ചുകാരും. ഈ കലാശ പോരാട്ടം അതിൻ്റെ നാടകീയ ശോഭ കൊണ്ട് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ കാണികളെ പിടിച്ചിരുത്തി. സ്പെയിനിൻ്റെ ഈ നേട്ടത്തിന് പിന്നിൽ വാസനാഫലവും കൂട്ടായ്മയും ചന്തവും മാത്രമല്ല, ആസൂത്രണത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും മികവുമുണ്ട്. മുൻനിരയിൽ കുന്തമുനയായ ഡേവിഡ് വിയയുടെയും പ്രതിരോധ ദുർഗമായ പിയോളിൻ്റെയും നായകനും ഗോളിയുമായ കസിയാസിൻ്റെയും കളിക്ക് പിന്നിൽ ഒരു സമ്പ്രദായത്തിൻ്റെയും രീതിശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനമുണ്ടായിരുന്നു. 1974 1978 ഫൈനലിലെത്തി പരാജയപ്പെട്ടു പോയ ഹോളണ്ടിന് മൂന്നാമതും പിണഞ്ഞ തോൽവിയിൽ ദുഃഖിക്കാത്തവർ ഉണ്ടാവില്ല. അന്തിമ യുദ്ധത്തിൽ ഇടറി വീണെങ്കിലും അവരുടെ ശരവേഗമുള്ള ആര്യൻ റോബൻ്റെയും തികഞ്ഞ പോരാളിയായ വെസ്ലി സ്നൈഡറുടെയും പ്രതിരോധത്തിലെ കരുത്തനായ മത്യാസിൻ്റെയുമെല്ലാം കളി മൈതാനത്തെ സുന്ദര മുഹൂർത്തങ്ങളായിരുന്നു. അതേസമയം അത്ര പകിട്ടില്ലാത്ത ടീമിനെയും കൂട്ടി ദക്ഷിണാഫ്രിക്കയിലെ മൈതാനത്തിലൂടെ ലോകത്തിൻ്റെ ഹൃദയം കവർന്നെടുത്ത ഡീഗോ ഫോർലാൻ 1930 1950 കിരീടമണിഞ്ഞ ഉറുഗ്വയെ സെമി വരെ എത്തിച്ചു. ടൂർണമെൻറ്റിലെ ഏറ്റവും ഗംഭീരമായ ഗോളുകളിൽ ചിലത് ഈ മുൻനിരക്കാരൻ്റെ വകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കളിമേടുകളിൽ പ്രതീക്ഷകൾ പലതും തകർന്നു വീണെങ്കിലും കാണികൾക്ക് നിരാശരാകേണ്ടി വന്നില്ല. 2006 ജേതാക്കളായ ഇറ്റലിയും രണ്ടാമന്മാരായ ഫ്രാൻസും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തേക്ക് പോയി. പരിണതപ്രജ്ഞരായ ഇംഗ്ലണ്ടും ഡീഗോ മറഡോണ പരിശീലകനായ മെസ്സിയുടെ അർജന്റീനയും ജർമ്മനിയുടെ യുവനിരയ്ക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു. ആദ്യ വിജയങ്ങളുടെ അപ്രമാദിത്യത്തിൽ ഭ്രമിച്ചുപോയ ബ്രസീലാകട്ടെ ക്വാർട്ടർ ഫൈനലിൽ ഹോളണ്ട് ഒരുക്കിയ വാരിക്കുഴിയിൽ വീണുകൊടുത്തു. 2010 ജൂലൈ 2 എന്ന ദിവസം കാൽപന്തിൻ്റെ ഉപാസകരായ ബ്രസീലിയൻ ജനതയ്ക്ക് ദേശീയ ദുരന്തത്തിന് സമാനമായിരുന്നു. 90 മിനിറ്റ് നീണ്ടുനിന്ന യുദ്ധം കണ്ട് ക്രമാതീതമായി മിടിച്ച ഹൃദയങ്ങളെ ഒടുവിൽ സ്നൈഡറും റോബനുമെല്ലാം ഉൾപ്പെട്ട ഡച്ച് പട വിജയസ്പർശം കൊണ്ട് ശാന്തമാക്കി. തീക്ഷണമായ കളിയിൽ ബ്രസീലിനെ 2-1 തട്ടിമാറ്റിയാണ് ഹോളണ്ട് ഈ ലോകകപ്പിൻ്റെ സെമിയിൽ കടക്കുന്ന ആദ്യ ടീമായത്. 24 മണിക്കൂർ പിന്നിട്ടതേയുള്ളൂ. ഫുട്ബോൾ ദൈവം മറഡോണയും ലോക ഫുട്ബോളർ മെസ്സിയും ഒന്നിച്ച അർജന്റീന ഒരാശ്വാസ മുദ്ര പോലുമില്ലാതെ ശരവർഷം പോലെ വന്ന 4 ഗോളുകൾക്ക് ജർമ്മനിയുടെ ടീം റോളറിൽ ചതഞ്ഞെറിഞ്ഞുപോയി. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച കാലുകൾ കാൽപന്തിൻ്റെ നന്ദനോദ്യാനത്തിൽ ഇടറി വീണ കാഴ്ച ഭയാനകമായിരുന്നു. അതേസമയം വ്യാഴവട്ടത്തിന് ശേഷം യോഗ്യത നേടിയ ചിലി പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനോട് തോറ്റുപോയെങ്കിലും ഫുട്ബോൾ പ്രേമികളുടെ പ്രിയപ്പെട്ട ടീമായാണ് മടങ്ങിയത്. ദക്ഷിണാഫ്രിക്കയും കാമറൂണും ഐവറി കോസ്റ്റും നൈജീരിയയും കാര്യമായ ചലനമുണ്ടാക്കാതെ കെട്ടുപോയപ്പോൾ ആഫ്രിക്കൻ വൻകരയുടെ അഭിമാനമായി ഘാനയാണ് ക്വാർട്ടറിലെത്തിയത്. അവിടെ ചെകുത്താൻ്റെ കൈയുമായി വന്ന ലൂയിസ് സുവാരസിലൂടെ ഉറുഗ്വേ അവർക്ക് ശവക്കുഴിയൊരുക്കി. ജപ്പാനും ദക്ഷിണ കൊറിയയും പ്രീ ക്വാർട്ടറിൻ്റെ പടിയിൽ തലതെറ്റിയിരുന്നു. പക്ഷേ ഏറ്റവും അധികം ഒഴുകിയ കണ്ണ് ആതിഥേയരുടേതാണ്. യൂറോപ്പിൽ നിന്ന് അവസാന 8-ൽ എത്തിയത് 3 കൂട്ടർ മാത്രം. പക്ഷേ ആദ്യ 3 സ്ഥാനങ്ങളിലും ആ 3 പേർ ഇരിപ്പുറപ്പിച്ചു. ബ്രസീലിനും അർജന്റീനയ്ക്കും പകരം തെക്കേ അമേരിക്കയിലെ 3ാം ശക്തിയായി തിരിച്ചെത്തിയ ഉറുഗ്വേ 4ാം സ്ഥാനത്തെത്തി. സെമിയിൽ ഉറുഗ്വയെ 3-2 ഹോളണ്ട് പറഞ്ഞുവിട്ടപ്പോൾ സ്പെയിൻ പുയോളിൻ്റെ ഒരേ ഒരു ഗോളിന് ജർമ്മനിയെ തുരത്തി. പ്രതീക്ഷിച്ച പല താരങ്ങളും തിളങ്ങിയില്ലെങ്കിലും
ഭാവിയിലേക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒട്ടേറെ കളിക്കാരുടെ ഉയർപ്പിന് ദക്ഷിണാഫ്രിക്ക വേദിയായി. മെക്സിക്കോയുടെ ജിയോവനി ഡോസ് സാന്റോസ്, ജർമ്മനിയുടെ തോമസ് മുള്ളർ, മെസ്യൂട്ട് ഓസിൽ, ഗാനയുടെ ആന്ദ്രെ അയേവ് തുടങ്ങിയവർ ആ യുവനിരയിലുണ്ടായിരുന്നു. മികച്ച യുവതാരത്തിനുള്ള അവാർഡും ഏറ്റവും അധികം ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയത് മുള്ളറാണ്. എങ്കിലും ഈ ലോകകപ്പിന്റെ താരമായി അംഗീകാരം നേടിയത് ഡീഗോ ഫോർലാനാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് വെള്ളക്കാരിൽ നിന്ന് ചെങ്കോൽ ഏറ്റുവാങ്ങി നെൽസൺ മണ്ടേല കെട്ടിപ്പടുത്ത രാഷ്ട്രത്തിലേക്കെത്തിയ ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് വർണ്ണഭംഗി ചോരാതെ സംഘാടനത്തിന്റെ ഉജ്ജ്വല മാതൃകയാണ് 2010 ജൂലൈ 11 ജോഹന്നാസ്ബർഗിൽ തിരിയണഞ്ഞത്.